റോഡിലാണ് ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ചേട്ടൻ ഒരാള് തൂങ്ങി നിൽക്കുന്നതല്ലേ ഇവിടെ നമ്മൾ കണ്ടത് എന്ന് ചോദിച്ചു. ഇപ്പൊ ഇയാള് ചോദിക്കുന്നത് വരെ എന്റെ മൈൻഡിൽ അത് ഒരു സാധനം മാത്രമായിരുന്നു. അപ്പൊ വണ്ടി ഇരിക്കുന്ന എല്ലാവർക്കും തോന്നി ഒരാൾ ഇവിടെ തൂങ്ങി നിൽക്കുവാണെന്ന്. ഈ ആത്മാക്കളിലോ അല്ലെങ്കിൽ പ്രേതം ഭൂതം ഇങ്ങനത്തെ ഇതിലൊന്നും വിശ്വാസം ഇല്ല? എനിക്കതിൽ വിശ്വാസം ഇല്ല. എന്റെ കുറെ ഫ്രണ്ട്സ് കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിച്ചത്. കാര്യവട്ടം ക്യാമ്പസിന്റെ അടുത്തൊരു ഹൈമാവതിക്കുളം എനിക്ക് തോന്നുന്നത് ഒരുപാട് കള്ള സ്വാമിമാരുണ്ട്. അവര് പറയും ഇതേപോലെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയിട്ട് കണ്ണു തുറന്നപ്പം സാക്ഷാൽ പരമശിവൻ എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്റെ അടുത്ത് പറഞ്ഞു നീ ദൈവമാണ് മകനെ. പിന്നെ ഇവരങ്ങ് ദൈവമായി. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. പരിഹാരം ആൾക്കാരുടെ പേടിയെ ആൾക്കാരുടെ അവസ്ഥയൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇനി ഞാനിങ്ങനെ ആത്മാക്കളില്ല എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു ഇത് എന്നാ പിന്നെ ശരി അവളൊന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ചു എന്റെ അടുത്ത് വരട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഞാനിത് മാറ്റി പറയാം. ഇന്നാണ്ട് മേഘനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവ് തെണ്ടി തിരിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവിന്ന് മേഘ ചേച്ചിയുടെ അടുത്ത് പോയെന്ന് പേടിപ്പിച്ചു. പുള്ളി അടുത്ത എപ്പിസോഡിൽ നാളത്തെ പോഡ്കാസ്റ്റ് അതാണ്, ആത്മാവുണ്ട് എന്ന് ഞാൻ തമ്പടിച്ച് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യും. ഹലോ ഈ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു തവണ എനിക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു തവണ അതിൽ കൂടുതൽ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടില് എന്റെ ഉമ്മാടെ ഉപ്പാടെ കൂടെ കിടന്നുറങ്ങാം. കൊച്ചു പ്രായമാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പൊ ഞാൻ അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എല്ലാ ദിവസം അങ്ങനെ കിടന്നുറങ്ങുന്നത്. ഞാൻ മാസം തികയാതെ എണിച്ചുകൊണ്ട് എന്നെ അവരുടെ കൂടെ കിടത്തത്തുള്ളൂ. ലൈറ്റ് അണയ്ക്കാൻ പോലും സമ്മതിക്കൂലായിരുന്നു. ഇങ്ങനെ കിടന്നുറങ്ങുന്നു. ഞാൻ കണ്ണ് തുറന്നപ്പോ ഞാൻ ഒരു പള്ളിക്കകത്താണ്. കണ്ണുറങ്ങുമ്പോ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇവിടെ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല, ഇത് ഏത് സ്ഥലമെന്ന് അറിയില്ല. ഞാൻ കുറെ നേരം ഇങ്ങനെ പേടിച്ച്, ഞാൻ ഇൻട്രോവേർട്ടാണ്, ആരുടെ സംസാരിക്കത്തോ മിണ്ടത്തൊന്നും ഇല്ല. ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരുന്നു. 2-3 മണിക്കൂർ ഇരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കുറെ ആളുകൾ വന്നു പള്ളിയിലോട്ട്. അത് എന്നെ കാണുന്നില്ല, എന്നെ വീട്ടിൽ നിന്ന് കണ്ടില്ല. അങ്ങനെ തപ്പി എന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു, കണ്ണു തുറന്നപ്പോ പള്ളിയിലാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അന്ന് ഞാൻ പക്ഷെ കുറെ ആലോചിച്ചു എങ്ങനെയാണ് സംഭവം. പല ആളുകളും പലതും പറഞ്ഞു. എന്താ ഞാൻ ചിലപ്പോ എന്റെ ദേഹത്ത് വല്ല ആത്മാവ് കൂടിയതായിരിക്കാം, ഇല്ലെങ്കിൽ എന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നതായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ഉറക്കത്തിൽ നടക്കുന്ന ശീലോട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടുന്ന് നടന്നത് കിടന്ന് ഉറങ്ങിയതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല. അത്ര അടുത്താണ് പള്ളി? 4 കിലോമീറ്റർ അപ്പുറത്താണ്. പക്ഷെ 4ാം ക്ലാസ് ആണ്. എനിക്ക് ആ പള്ളിയിൽ പോണ വഴിയൊന്നും അറിയില്ല. ഞാൻ ഉപ്പാടെ കൂടെ മാത്രമേ അന്ന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ എങ്ങനെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ അവിടെ എത്തിയെന്ന് അറിഞ്ഞുകൂടാ, എപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. അതാണ് എനിക്ക് ആകെ ഉള്ള ഒരു. പേരൻസ് എന്താണ് പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി? അവര് ഞാൻ രാത്രി ഇറങ്ങി പോയതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. ഞാൻ പണ്ടോട്ട് നാട് വിട്ടു പോണ ഒരു ശീലം എനിക്കുണ്ട്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ എന്റെ വീട്ടിൽ പറയാതെ ഞാൻ നാട് വിട്ടു. എന്റെ വീട്ടുകാർ എന്നെ എന്തെങ്കിലും വരക്കുറയോ കുറ്റപ്പെടുത്തോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പഴേ ഒന്നും മിണ്ടാണ്ടിരുന്നിട്ട് രാത്രിയാകുമ്പോൾ ഞാൻ വിടും. അതുകൊണ്ട് അവർക്ക് ഇത് വലിയ അതിശയമൊന്നുമില്ല. എങ്ങോട്ട് പോകുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എങ്ങോട്ടെങ്കിലേക്കൊക്കെ പോകും. ഞാൻ നേരെ അവിടെ നിന്ന് ബസ്സിൽ കയറി എങ്ങോട്ടെങ്കിലും ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പാലം ഉണ്ടല്ലോ, കായലിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന മരക്ക് പറഞ്ഞു ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. എന്നിട്ട് ഇവരെല്ലാം തപ്പി വരും, കണ്ടുപിടിക്കും, തിരിച്ചു. ഒന്നെങ്കിൽ അവര് തപ്പി വരും, കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ പോലീസുകാർ പിടിക്കും. പോലീസുകാർ പിടിച്ചിട്ട് എന്റെ അടുത്ത് കൊണ്ട് അത് വീട്ടിൽ വിളിക്കുമ്പോ പറയാം സ്ഥിരം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ്. എന്നെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. എന്തിനാ നാട് വിട്ട് പോണേ. എനിക്കതൊരു ഹോബിയായിരുന്നു. അതുകൊണ്ട് അവര് വിചാരിക്കുന്നത് ഞാൻ ഇപ്പൊ ഒരു മനഃപൂർവ്വം എന്തോ പ്രശ്നമായിട്ട് രാത്രി ഇറങ്ങി പോയതാണെന്നാണ്. പക്ഷെ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അതെനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. അത് പക്ഷെ ഞാൻ പിന്നെ അതിന് പിറകെ പോയിട്ടില്ല. ഇപ്പോഴും നാട് വിട്ട് വന്ന് തോന്നാറുണ്ടോ? ഇപ്പൊ നാട് വിട്ട് പോകും. ഇപ്പൊ ഉമ്മ വലുതായല്ലോ. ഉമ്മ ഞാൻ 9ാം ക്ലാസ്സിലേക്കാണ്, 9ലാണ് ഞാൻ അവസാനമായിട്ട് നാട് വിട്ട് പോയത്. അന്ന് എവിടെയാ പോയത്? അന്ന് ഞാൻ ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ അപ്പൊ അന്നുമ്മ പറഞ്ഞു ഇനി എവിടെയെങ്കിലും പോവാണെങ്കിൽ വീട്ടിൽ പറഞ്ഞിട്ട് പോക്കോ, കുഴപ്പമില്ലെന്ന്. പിന്നെ അതിനുശേഷം മെച്യൂരിറ്റിക്ക് ആയപ്പം നാട് വിട്ട് പോകണ്ടെന്ന് തോന്നി. ചേച്ചി ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2020 മുതൽ ഒരു 2-3 വർഷം തിരുവനന്തപുരം പട്ടത്തൊരു ഫ്ലാറ്റിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് ഒരാളിങ്ങനെ ശ്വസിക്കുന്ന സൗണ്ട് ഞാൻ കേൾക്കുമായിരുന്നു. ഒരാളിങ്ങനെ നോർമൽ ബ്രീത്തിങ്, രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോൾ സൈലന്റ് ആവുമല്ലോ, വണ്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ശ്വാസം എടുക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് ചിലപ്പോ എനിക്ക് തോന്നിയായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ എപ്പോഴൊക്കെ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ റൂമിൽ കൊണ്ടുവന്നിട്ട് ഈ സമയത്ത് ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവരും കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ എന്നെ വേറെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. 3 വർഷം ഞാൻ അതേ റൂമിൽ തന്നെയാണ് താമസിച്ചത്. വേറെ ആരും ഇല്ല, പക്ഷെ ചേച്ചി മാത്രം ഈ സൗണ്ട് കേൾക്കാം.
ഉള്ളപ്പോഴും കേൾക്കാം. 3 റൂമുള്ള ഫ്ലാറ്റാണ്. എന്റെ റൂമിലാണ് ഈ സംഭവം കേൾക്കാറുള്ളത്. അത് എന്തായിരിക്കും ആലോചിച്ചിട്ടുണ്ട്? ഞാൻ ആലോചിച്ചിട്ട് എന്റെ ലോജിക്ക് പറയുന്നത് അതൊരു പഴയ ബിൽഡിംഗ് ആണ്. ഹീര ട്വിൻസ് എന്ന ഹീരയുടെ പഴയ ഫ്ലാറ്റ്. എനിക്കൊന്നും ഒരു 20 വർഷത്തിന് മേളിൽ പഴക്കം ഉണ്ടാവും. അപ്പൊ ഈ എയർ കോളം ഇടയ്ക്കുള്ള ഏതെങ്കിലും പൈപ്പിൽ നിന്ന് കാറ്റ് പോകുന്നു, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നമ്മുടെ മൈൻഡ് അല്ലേ എങ്ങനെ ചിന്തിക്കുന്നത്. ഈ ആത്മാക്കളിലോ അല്ലെങ്കിൽ പ്രേതം ഭൂതം ഇങ്ങനത്തെ ഇതിലൊന്നും വിശ്വാസം ഇല്ല? എനിക്കതിൽ വിശ്വാസം ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാത്ത? അതെനിക്കറിയില്ല. അങ്ങനെ പറയരുത്, പറയൂ. അതേ റൂമിൽ വേറൊരു സംഭവം കൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ എന്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഒരു വീഡിയോ കോളായിരുന്നു. ഞാനിങ്ങനെ ബെഡിൽ ഇരിക്കുവാണ്, തലേണയിൽ ഫോൺ വെച്ചിട്ട് നമ്മളിങ്ങനെ സംസാരിക്കും, എന്തോ കഴിക്കും എന്തോ ചെയ്യുവാണ്, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ പെട്ടെന്ന് എന്റെ സൈഡിൽ നിന്ന് ഒരു സൗണ്ട് കേട്ടു. എന്റെ അടുത്ത് എന്തോ ചോദിച്ചു, എന്താടിയെന്നോ എന്തോ ഒരു കാര്യം ചോദിച്ചു. എന്താ സംഭവം എന്ന് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഞാൻ ഞെട്ടിയിട്ട് എനിക്ക് തോന്നിയതാണെന്ന് വിചാരിച്ച് ഞാൻ ആ വീഡിയോ കോളിലുള്ള ആളുടെ നോക്കിയപ്പോ എന്റെ അടുത്ത് ആരടി റൂമിലുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരുമില്ല. പിന്നെ നിന്റെ അടുത്ത് ആരാ ഇപ്പൊ സംസാരിച്ചത്? ഞാൻ ചോദിച്ചു നീ കേട്ടോ? പുള്ളിയും കേട്ടു. അപ്പൊ പുള്ളിയും കേട്ടു, ഞാനും കേട്ടു. പക്ഷെ ഇത് ഞാൻ നോക്കിയിട്ട് അവിടെ ആരുമില്ല. അപ്പുറത്തെ റൂമില് എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവക്കും അങ്ങനെ വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു. അന്ന് രാത്രി ഞാൻ ആ റൂമിൽ കിടന്ന് ഉറങ്ങി. അപ്പോഴും പേടിച്ചു, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ വിശ്വാസമൊക്കെ വന്നു. വിശ്വാസമൊന്നും വന്നില്ല, പേടിച്ചു. ഇതെന്താ സംഭവം, ഒരു ക്യൂരിയോസിറ്റി. അത് അപ്പൊ അങ്ങനെ. പക്ഷെ എന്നാലും ഒരു പേടി വന്നു. അപ്പോഴും ആ മൊമെന്റിൽ പേടി വന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്റെ ലോജിക്ക് ഓർക്കാം, എനിക്ക് തോന്നിയതായിരിക്കും. എന്റെ റിയാക്ഷൻ പെട്ടെന്ന് കണ്ടപ്പോ അവനത് തോന്നിയതായിരിക്കും. വേറെ ആരെങ്കിലും ഇപ്പൊ ചേച്ചിയുടെ മേഘ ചേച്ചിക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇതേപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടോ, അങ്ങനെ എന്തെങ്കിലും തോന്നലോ ഉണ്ടോ? എന്റെ കുറെ ഫ്രണ്ട്സ് കാര്യവട്ടം ക്യാമ്പസിലാ പഠിച്ചത്. കാര്യവട്ടം ക്യാമ്പസിന്റെ അടുത്തൊരു ഹൈമാവതി കുളമുണ്ട്. ഹൈമാവതി കുളമുണ്ട്. അവിടെ കുറെ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോ ഒരു പെങ്കുച്ച് നടന്നു പോകുന്ന കണ്ടുവെന്നും, ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇരിക്കുന്ന കണ്ടിട്ട് പോണ്ടേ വരുന്നില്ലേ രാത്രി ഒറ്റയ്ക്ക് ഇരിക്കുന്നതൊക്കെ ചെക്കും. ഇതൊക്കെ ആൾക്കാരുടെ പേടിയായിരിക്കും, ലൈക് പേടിച്ചിട്ട് തോന്നുന്നതായിരിക്കും. വേറൊരു കാര്യം ഞാൻ പറയാം. അപ്പൊ ഞാനും എന്റെ ഫാമിലിയിലെ കുറച്ച് ആൾക്കാരുമായിട്ട് 2 കാറിൽ കന്യാകുമാരി പോയിട്ട് തിരിച്ചു വരുവാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് കന്യാകുമാരി അടുത്ത. അപ്പൊ ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോ എനിക്കൊന്നും വാഴിച്ചാലല്ലേ ഒരു മാനുവൽ കോളേജ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലം, എനിക്ക് പേര് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. പാറശാലയോ അപ്പൊ ആദ്യത്തെ കാറിൽ പൊക്കോണ്ടിരുന്ന അമ്മയും പപ്പയും കുറച്ച് കസിൻസും ആണ്. 2ാമത്തെ കാറിൽ ഞങ്ങൾ കുറച്ച് കസിൻസ് പൊക്കോണ്ടിരിക്കുവാണ്. ഇങ്ങനെ ഒരു വളവ് ഇങ്ങനെ തിരിഞ്ഞപ്പോ ഒരു റബ്ബർ മരത്തിൽ എന്തോ ഒരു സാധനം ഞങ്ങൾ കണ്ടു. രൂപം ഒരു സാധനം ഞങ്ങൾ കണ്ടു. ഇതിങ്ങനെ ഞാൻ ഫ്രണ്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ പാസ് ചെയ്തോണ്ടിരുന്നപ്പോ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ചേട്ടൻ ഒരാള് തൂങ്ങി നിൽക്കുന്നതല്ലേ ഇവിടെ നമ്മൾ കണ്ടത് ചോദിച്ചു. ഇപ്പൊ ഇയാള് ചോദിക്കുന്നത് വരെ എന്റെ മൈൻഡിൽ അത് ഒരു സാധനം മാത്രമായിരുന്നു. അപ്പൊ വണ്ടി ഇരിക്കുന്ന എല്ലാവർക്കും തോന്നി ഒരാൾ ഇവിടെ തൂങ്ങി നിൽക്കുവാണെന്ന്. എന്നിട്ട് തിരിച്ചു പോകാൻ ധൈര്യം ഉണ്ടോ ആർക്കെങ്കിലും? കണ്ടിട്ട് ഒരു പോയല്ലേ? ആത്മാവാണെങ്കിലും എങ്ങനെയാ നിർത്തുന്നേ? പാതി രാത്രി 2 മണി 3 മണി ആ സമയം. ഇപ്പൊ പറഞ്ഞു ആത്മാവാണെങ്കിലോ. എന്നിട്ട് നേരത്തെ പറഞ്ഞു പേടിയില്ല, ഇല്ലെങ്കിൽ വിശ്വാസം. അപ്പോഴൊക്കെ കൊച്ചല്ലേ, പേടിക്കും. പണ്ട് കുഞ്ഞിലെ. പക്ഷെ എനിക്ക് ഇതേപോലെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ പറയുന്ന കണക്ക് ഞാൻ ഒരുപാട് പേരെ പറ്റിക്കാൻ വേണ്ടി പണ്ട് ഇറങ്ങുമായിരുന്നു. അത് കൊച്ചുനാളില് ഞാൻ കാവില് ഭജനയ്ക്ക് പോകും. അപ്പൊ ഭജനയ്ക്ക് പോകുമ്പോ നമ്മുടെ കാവില് സ്ഥിരമായിട്ട് ദോശയും ഫുഡും കൊണ്ടുവരുന്ന ഒരു ചേട്ടനുണ്ട്. ഭജന കഴിയുമ്പോ നമുക്കെല്ലാം ഫുഡ് ഫ്രീ ആണ്. ഈ പുള്ളിക്കാരൻ നമുക്കൊക്കെ പകുതി പാതി ഒരു ദോശ ഉണ്ടെങ്കിൽ 2 പേർക്ക് മുറിച്ചാ തരുന്നത്. എന്റെ പുള്ളി ഒരു 20 എണ്ണം വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഇത് നമുക്കത് പിടിക്കൂല. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു വീടിന്റെ മുകളിൽ കയറിയിട്ട് പുള്ളിനെ കല്ലെടുത്ത് എറിഞ്ഞൊരു ദിവസം. അപ്പൊ അത് പുള്ളിയുടെ തലയ്ക്ക് വന്ന് കൊണ്ടിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചു. പുള്ളിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. എന്നിട്ട് അപ്പൊ ഇത് ഭയങ്കര വിഷയമായി. നാട്ടുകാരെല്ലാം ആ വീടിന്റെ ചുറ്റും ആളുകളെല്ലാം കൂടി. അപ്പൊ നമ്മൾ പിന്നെ എങ്ങനെയൊക്കെയോ ചാടി ഓടി കറങ്ങി ഇങ്ങനെ പയ്യെ വരുവാണ്. വന്നപ്പോ എല്ലാരും കൂടെ നമ്മളെ 3 പേരുണ്ടായിരുന്നു. 3 പേരെയും വളഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ച എല്ലാം പൊളിഞ്ഞ് തീർന്ന അടി ഉറപ്പ്. അപ്പൊ അയാള് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പോണോണ്ടാണ് കാവില് പ്രേതം ഉറങ്ങിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കുറെ അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ ചുമ്മാതാണ്. കാരണം വേറെ എനിക്ക് അങ്ങനെ അനുഭവമൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞ അവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചേച്ചിക്ക് എന്തോ തോന്നി? എനിക്ക് തോന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. നമുക്ക് സ്വന്തമായിട്ട് മനസ്സിൽ തോന്നുന്ന ഒരു തോന്നലല്ലേ ഇതൊക്കെ? ഇതെല്ലാം തോന്നലായിരിക്കും, ആൾക്കാരുടെ പേടിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് കണ്ടപ്പോ അതൊരു ബോഡിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. അത് ഒരാൾക്ക് തോന്നി, അയാൾ പറഞ്ഞപ്പോ അത് രജിസ്റ്റർ ആയതാണ് തലയിൽ. അങ്ങനെ ആയിരിക്കും എന്നൊരു തോന്നൽ വന്നതാണ്.
അങ്ങനെ ആയിരിക്കാം. ഈ നമ്മൾ ഈ സുമതി വളവിന്റെ കഥയൊക്കെ പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോ വണ്ടി ഓഫായി പോകുന്ന ആ വളവ് പേടിച്ചിട്ട് ഓഫ് ആവുന്ന സുമതി വളവാണെന്ന് അറിയാതെ അതുവഴി പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല, അതുവഴി അങ്ങ് പോക്കോളും. സുമതി വളവാണല്ലോ എന്ന് വിചാരിച്ച് ഓടിക്കുമ്പോഴാണ് ചിലപ്പോൾ ഗിയർ മാറാൻ നേരത്തൊക്കെ ഓഫ് ആയി ബൈക്കൊക്കെ ഓഫ് ആവുന്ന അങ്ങനെയാ, ഗിയർ മാറ്റുന്നതിന്റെ പ്രശ്നം കാരണം ഓഫ് ആവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഒരു സമയത്ത് അവിടെ കള്ളുടിക്കുന്ന ആൾക്കാർ മേളിൽ നിന്ന് കുപ്പിയെറിയ, അപ്പൊ ആരും വരൂലല്ലോ, അപ്പൊ സുഖമായിട്ട് അന്നത്തെ സ്വഭാവം പോലെ ഒരുപാട് ടീംസ് ഇറങ്ങിയിട്ടുണ്ടാവും ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ആയിരിക്കും, അങ്ങനെയൊക്കെ അവനെ സാധ്യതയുള്ളൂ. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്. ഈ മരിച്ചു കഴിഞ്ഞാല് ഈ മരിക്കുന്ന പല ആളുകളും പലതാണ് പറയാറ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാക്കൾ ഇതേപോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും, എല്ലാവരെയും ശല്യം ചെയ്യും, അങ്ങനെ പറയുന്ന ഒരുപാട് കൂട്ടമുണ്ട്. ചില ആളുകൾ പറയും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എനർജി മാത്രം ഇവിടെ നിൽക്കും. ചില ആളുകൾ പറയും മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നുമില്ല, ഈ ലൈഫ് നമ്മൾ എങ്ങനെയൊക്കെ ജനിച്ചു ഇത്ര പ്രായം മരിക്കുന്നത് വരെയുള്ള അവിടെ വെച്ച് അത് കട്ട്. ചേച്ചി ഇതിനകത്ത് ഏതിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ സയൻസിൽ വിശ്വസിക്കുന്നു. കാരണം എനർജി ഉണ്ടാക്കാനും നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലുമൊക്കെ എനർജി ഉണ്ടാവുമല്ലോ, അത് വേറെ ഏതെങ്കിലും ഫോമിലോട്ട് മാറും. അപ്പൊ പുനർജന്മമൊക്കെ ഉണ്ടാവുമെന്ന് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയായിട്ടാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ഒരുപാട് കള്ള സ്വാമിമാരുണ്ട്. അവര് പറയും ഇതേപോലെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയിട്ട് കണ്ണു തുറന്നപ്പം സാക്ഷാൽ പരമശിവൻ എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു. എന്റെ അടുത്ത് പറഞ്ഞു നീ ദൈവമാണ് മകനെ. പിന്നെ ഇവരങ്ങ് ദൈവമായി. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. പരിഹാരം ആൾക്കാരുടെ പേടിയെ, ആൾക്കാരുടെ അവസ്ഥയൊക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപാട് അങ്ങനെയുള്ള കള്ളസ്വാമിമാരെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഒരു വിശ്വാസം. ശരിക്കും ഇതേപോലെ ഒരു സൂപ്പർ പവർ ആർക്കെങ്കിലും ദൈവം കൊടുക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ മറ്റേ എന്തെങ്കിലും അക്വയർഡ് സ്കിൽസോ ഈ പറയുന്ന പോലെ മിന്നൽ മുരളിക്കുള്ള പോലെ ചാടിക്കയറാനൊക്കെ മറ്റേ ഹൈ ജമ്പ് നല്ലപോലെ അറിയുന്ന ആൾക്കാർക്ക് ചാടിക്കയറാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഒക്കെ ഉണ്ടാവുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പലപ്പോഴും എനിക്ക് ദൈവങ്ങൾ എല്ലാത്തിനും വിശ്വാസമുണ്ട്. ക്രിസ്ത്യൻ ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദു ദൈവം എല്ലാ ദൈവങ്ങളും എനിക്ക് വിശ്വാസമുണ്ട്. ഈ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകും. പക്ഷെ ചില സമയത്ത് നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നും, ഇപ്പൊ ആലോചിച്ച് നോക്കേ, ഈ പറയുന്ന പോലെ നമ്മുടെ ഹനുമാൻ സ്വാമി പുള്ളിക്കാരൊരു മല എടുത്തോണ്ട് പോവാ. അത്ര ആ കാലത്ത് അങ്ങനെയൊക്കെ ഒരാളുണ്ടായിരുന്നു വിശ്വസിക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ കാലത്ത് ആരുമില്ല. മല പൊക്കിക്കൊണ്ട് പോകുന്നു. ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ, ശിവന്റെ മകൻ ഗണപതി, ശിവന്റെ വൈഫ് കുളിച്ചോണ്ടിരുന്നപ്പം ശിവൻ കയറി വരുന്നു, ഗണപതി തടയുന്നു, ഒറ്റ വെട്ടാണ് തലയ്ക്ക്. അപ്പൊ വൈഫ് സ്വാഭാവികമായിട്ട് കൊച്ചിന്റെ തല വെട്ടിക്കളഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. പുള്ളി നേരെ കാട്ടി പോകുന്നു, ഒരു ആനയുടെ തല മുറിച്ച് വെക്കുന്നു. ആദ്യം കാണുന്ന മൃഗത്തിന്റെ തല ആനയുടെ തല എടുത്ത് കൊച്ചിന് വെക്കുക. അപ്പം ഇതൊക്കെ നടക്കുവോ? ഇതൊക്കെ നമ്മൾ കാണുന്ന ആൾക്കാർക്ക് മതവികാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറയും. അതൊരു ഫൺ എന്റർടൈൻമെന്റ്. നമ്മളിത് ചുമ്മാ ഒരു കോമഡിക്ക് വേണ്ടിട്ട് പറയാനാണ്, ആരും സീരിയസ് ആയിട്ട് എടുക്കരുത്. എനിക്ക് ഈ ദൈവങ്ങളെല്ലാം വിശ്വാസമുള്ളതാണ്. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് വൈകുന്നേരം പോകുമ്പോ അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കും. അതങ്ങനെയാണ്. പക്ഷെ എനിക്ക് കുറെ ഡൗട്ടുകളുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഇനി ഞാൻ ഇങ്ങനെ ആത്മാക്കളില്ല എന്നൊക്കെ പറയുമ്പോ അവർക്കൊരു ഇത് എന്നാ പിന്നെ ശരി അവളൊന്ന് പഠിപ്പിക്കാന്ന് വിചാരിച്ച് എന്റെ അടുത്ത് വരട്ടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം ഞാനിത് മാറ്റി പറയാം. ഇന്നാണ്ട് മേഘേനെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ആത്മാവ് തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് ഇന്ന് മേഘ ചേച്ചിയുടെ അടുത്ത് പോയെന്ന് പേടിപ്പിച്ചു. പുള്ളി അടുത്ത എപ്പിസോഡിൽ നാളത്തെ പോഡ്കാസ്റ്റ് അതാണ്, ആത്മാവുണ്ട് എന്ന് ഞാൻ തമ്പടിച്ച് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യും. ഓക്കെ, സെറ്റ്.